Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1930. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. ഇനി ഒരു ദിവസം നിശബ്ദ പ്രചാരണം. പയ്യന്നൂരിനെ ഇളക്കിമറിച്ച് LDFന്റെ കൊട്ടിക്കലാശം. UDFന്റെ നേതൃത്വത്തിൽ പെരുമ്പ മുതൽ BKM ജംഗ്ഷൻ വരെ കൊട്ടിക്കലാശം. മുന്നണികളുടെ ശക്തിപ്രകടനം കൊണ്ട് ആവേശമായി പഴയങ്ങാടിയിൽ കൊട്ടിക്കലാശം. LDF UDF മുന്നണികളുടെ കൊട്ടിക്കലാശം പഴയങ്ങാടിയിലും NDAയുടേത് കണ്ണപുരത്തും നടന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളും. മോദിയെ മാറ്റൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം രാജ്യമെങ്ങും ശക്തമായി ഉയരുകയാണെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ. ഇന്ത്യയുടെ മതനിരപേക്ഷത തകർക്കുന്ന സമീപനമാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്നും D. രാജ. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പോക്സോ കേസിലെ പ്രതി റിമാൻഡിൽ. പോക്സോ നിയമപ്രകാരം അറസ്റ്റിലായത് പഴയങ്ങാടിയിലെ KP രാജൻ. പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. ഇനി ഒരു ദിവസം നിശബ്ദ പ്രചാരണം. പയ്യന്നൂരിനെ ഇളക്കിമറിച്ച് LDFന്റെ കൊട്ടിക്കലാശം. നൂറുകണക്കായ പ്രവർത്തകർ അണിനിരുന്ന കൊട്ടിക്കലാശത്തിൽ സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെ പങ്കെടുത്തു. LDFന്റെ കൊട്ടിക്കലാശം പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് ആരംഭിച്ചത്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വരെയാണ് കൊട്ടിക്കലാശം നടന്നത്. പയ്യന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കായ പ്രവർത്തകരാണ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തത്. ബാൻഡ് മേളവും ചെണ്ടവാദ്യവും ബലൂണുകളും സ്ഥാനാർത്ഥിയുടെ കട്ടൗട്ടുകളുമായി കൊട്ടിക്കലാശ ഘോഷയാത്ര വർണ്ണാഭമായി. സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, LDF കൺവീനർ EP ജയരാജൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ തുടങ്ങിയവർ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന പൊതുയോഗത്തിൽ KV ബാബു അധ്യക്ഷനായി. രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും ശേഷിയില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് പൊതുയോഗത്തിൽ സംസാരിച്ച EP ജയരാജൻ പറഞ്ഞു. കേരളത്തിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം കരസ്ഥമാക്കും. അതുവഴി നമുക്ക് ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയും. കോൺഗ്രസ് UDF ജനവിരുദ്ധ നയങ്ങളുമായിട്ടാണ് പോകുന്നത്. BJPക്കെതിരായി സ്ഥാനാർത്ഥികൾ നിർത്താൻ പോലും ഇന്ത്യയിൽ കഴിവുകെട്ടൊരു പാർട്ടിയായി കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുകയാണ്.
രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഇടതു പാർട്ടികൾ വിജയിക്കണമെന്ന് സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്നും MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടപ്പെട്ട കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുമെന്ന ഉഗ്രം പ്രഖ്യാപനമാണ് ഈ സമാപന യോഗത്തോടുകൂടി ഈ പയ്യന്നൂർ മണ്ഡലം നേതൃത്വം നൽകി പ്രഖ്യാപിച്ചിരിക്കുന്നത്. TI മധുസൂദനൻ MLA, അഡ്വക്കേറ്റ് P സന്തോഷ്, C കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിൽ UDFന്റെ നേതൃത്വത്തിൽ നടന്ന കൊട്ടിക്കലാശം ശ്രദ്ധേയമായി. സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ കൂറ്റൻ കട്ടൌട്ടും ആനയുടെ രൂപവുമെല്ലാം കലാശക്കൊട്ടിൽ നിറഞ്ഞുനിന്നു. പെരുമ്പ് മുതൽ സെന്റ് മേരീസ് സ്കൂൾ പരിസരം വരെയാണ് കൊട്ടിക്കലാശം നടന്നത്. 1.5 മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് അവസാനമാകുകയാണ്. പയ്യന്നൂരിൽ നടക്കുന്ന കുട്ടിക്കലാശമാണ് വരുന്നത്. UDFന്റെ നേതൃത്വത്തിലുള്ള കുട്ടിക്കലാശം പെരുമ്പയിൽ നിന്നാണ് ആരംഭിച്ചത്. 100 കണക്കിന് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കുട്ടിക്കലാശം നടക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധേയനായ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന്, വികസന തേരാളിക്ക്, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന്, നമ്മുടെ സ്നേഹിതന്, നമ്മുടെ കാരണവർക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ കൂറ്റൻ കട്ടൗട്ട് ഉണ്ട്. അതിന് പിന്നാലെ ആനയുടെ പുറത്ത് പ്രവർത്തകൻ കൊടിവീശ, ആനയുടെ ശില്പം. ഇത്തരത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള കുട്ടിക്കലാശമാണ് പയ്യന്നൂരിൽ നടക്കുന്ന UDFന്റെ നേതൃത്വത്തിൽ. കഴിഞ്ഞ തവണത്തെ വിജയം ഇത്തവണയും കാസർഗോഡ് മണ്ഡലത്തിൽ ആവർത്തിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമാണ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അത്രത്തോളം ആത്മവിശ്വാസത്തോടെയാണ് UDFന്റെ നേതൃത്വത്തിലുള്ള കുട്ടിക്കലാശം നടക്കുന്നത്. തീർച്ചയായും 1.5 മാസം നീണ്ട പ്രവർത്തനത്തിൽ സ്ഥാനാർത്ഥി കാസർഗോഡ് മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കഴിഞ്ഞു. പ്രവർത്തകരുമായി അദ്ദേഹം വോട്ടഭ്യർത്ഥി ഒട്ടുമിക്ക പ്രവർത്തകരെയും അദ്ദേഹം കണ്ടു. സ്ഥാപനങ്ങൾ സന്ദർശിച്ചു, തൊഴിലിടങ്ങൾ സന്ദർശിച്ചു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിച്ചു. അത്തരത്തിൽ വിപുലമായ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് UDFന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മണ്ഡലത്തിൽ നടത്തിയത്. അത്രത്തോളം വിജയപ്രതീക്ഷ കോൺഗ്രസിനെ UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതായത് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം ഇത്തവണയും തങ്ങൾക്കൊപ്പം നിൽക്കും എന്ന ആത്മവിശ്വാസമാണ് UDFന് ഉള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിൽ MP നടത്തിയിട്ടുള്ള വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറും എന്ന് UDF വിശ്വസിക്കുന്നു. ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയതയ്ക്കെതിരെയുള്ള ഒരു കടുത്ത വിമർശനം, കടുത്ത എതിർപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നും UDF വിശ്വസിക്കുന്നു. അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ കുട്ടിക്കലാശത്തിലേക്ക് അടുക്കുകയാണ്. UDFന്റെ നേതൃത്വ കുട്ടിക്കലാശം പെരുമ്പയിൽ നിന്ന് സെന്റ് മേരീസ് സ്കൂൾ പരിസരം വരെയാണ് നടന്നത്. ക്യാമറമാൻ പവിത്രൻ കണ്ടത്തിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്. മുന്നണികളുടെ ശക്തിപ്രകടനം കൊണ്ട് ആവേശമായി പഴയങ്ങാടിയിൽ കൊട്ടിക്കലാശം. LDF UDF മുന്നണികളുടെ കൊട്ടിക്കലാശം പഴയങ്ങാടി ടൗണിലും NDAയുടേത് കണ്ണപുരത്തുമാണ് നടന്നത്. പഴയങ്ങാടിയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം. NDAയുടെ നേതൃത്വത്തിൽ കണ്ണപുരത്താണ് പ്രചരണ പ്രവർത്തനങ്ങളുടെ സമാപനം നടന്നത്. DJ മ്യൂസിക് സിസ്റ്റത്തോടെയാണ് കുട്ടിക്കലാശം നടന്നത്. കണ്ണപുരം ചൈന റോഡിൽ നിന്ന് ആരംഭിച്ച് വിവിധ പ്രദേശങ്ങൾ ചുറ്റി സഞ്ചരിച്ച് കുട്ടിക്കലാശം റെയിൽവേ സ്റ്റേഷന് സമീപം സമാപിച്ചു. പരസ്യപ്രചരണം അവസാനിക്കുന്ന ബുധനാഴ്ച 4 മണിയോടെ ഇടതുപക്ഷവും വലതുപക്ഷവും കുട്ടിക്കലാശത്തിനായി പഴയങ്ങാടിയിൽ എത്തിയിരുന്നു. LDFന് പോലീസ് അനുവദിച്ച സ്ഥലം. നിരവധി വാഹനങ്ങളിലും കാൽനടയായും പ്രവർത്തകരെത്തി. കൊടികൾ വീശിയും സ്ഥാനാർത്ഥികളുടെ പ്ലക്കാർഡ് ഉയർത്തിയും പ്രചരണം ആഘോഷമാക്കി. ഏരിയ സെക്രട്ടറി V വിനോദ്, K പത്മനാഭൻ, M വിജിൻ MLA തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് UDFന് പ്രചരണം നടത്താൻ പോലീസ് അനുമതി നൽകിയത്. 3 മണിയോടെ തന്നെ പ്രവർത്തകർ പ്രകടനവുമായി ഇവിടെ എത്തിയിരുന്നു. വലിയ വാഹനങ്ങളിൽ DJ മ്യൂസിക് സിസ്റ്റത്തിന്റെ അകമ്പടിയോടെയാണ്
പ്രവർത്തകർ എത്തിയത്. വലിയ കൊടികൾ വാനിൽ വീശിയും ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചും പ്രവർത്തകർ കലാശക്കൊട്ടിൽ പങ്കാളികളായി. അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, SKP സക്കരിയ, സുനിൽ പ്രകാശ്, അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ എന്നിവർ നേതൃത്വം നൽകി. പോലീസിന്റെ ശക്തമായ ഇടപെടലാണ് സംഘർഷം ഒഴിവാക്കിയത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളും നടന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്രസേനയടക്കം വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. DYSP A ഉമേഷ്, CI അനന്തകൃഷ്ണൻ, SA തുളസി തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് നിയോജക മണ്ഡലം. ഇവിടെ LDFും UDFും NDAയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ഇന്ന് പരസ്യ പ്രചരണം അവസാനിക്കുമ്പോൾ പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് LDFും UDFും തമ്മിലുള്ള കലാശക്കൊട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വാശിയേറിയ രീതിയിലുള്ള കലാശക്കൊട്ട് തന്നെയാണ് നടന്നിരിക്കുന്നത്. പോലീസിന്റെ രീതിയിൽ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ആരവങ്ങൾ ഒഴിഞ്ഞു. ഇനി ഒരു നാൾ നിശബ്ദ പ്രചരണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമാപനത്തിന് ചെറുപുഴ ടൗണിൽ 3 മുന്നണികളും തങ്ങളുടെ ശക്തി തെളിയിച്ചു. 3 മുന്നണികളും ചെറുപുഴ ടൗണിൽ പ്രകടനം നടത്തിയതിനു ശേഷം അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമാപനത്തിന് ചെറുപുഴ ടൗണിൽ 3 മുന്നണികളും തങ്ങളുടെ ശക്തി തെളിയിച്ചു. ചെറുപുഴ പോലീസ് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ഓരോ മുന്നണികൾക്കും ടൗണിലെ ഓരോ സ്ഥലങ്ങൾ നൽകുകയും അവിടെ പൊതുയോഗം നടത്താനും ടൗണിൽ പ്രകടനം നടത്താനുമായി വിവിധ സമയങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. BJPക്ക് ബസ് സ്റ്റാൻഡ്, UDFന് സെന്റർ ബസാർ, LDFന് മേലെ ബസാർ എന്നിങ്ങനെ നൽകിയിരുന്നു. 3 മുന്നണികളും ചെറുപുഴ ടൗണിൽ പ്രകടനം നടത്തിയതിനു ശേഷം അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. BJP പൊതുയോഗത്തിൽ BR സുനിൽ, രാജ ചുണ്ട, സുകുമാരൻ തിരുമേനി എന്നിവരും, കോൺഗ്രസിന്റെ പൊതുയോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് V കൃഷ്ണൻ മാസ്റ്റർ, KK സുരേഷ് കുമാർ, ആലയിൽ ബാലകൃഷ്ണൻ, ജോസഫ് മുള്ളൻമട എന്നിവർ സംസാരിച്ചു. LDF പൊതുയോഗത്തിൽ MDP നൂറുദ്ദീൻ, RK പത്മനാഭൻ, P കൃഷ്ണൻ, KP ഗോപാലൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മോദിയെ മാറ്റൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം രാജ്യമെങ്ങും ശക്തമായി ഉയരുകയാണെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ. പെരളം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദിയെ മാറ്റൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം രാജ്യമെങ്ങും ശക്തമായി ഉയരുകയാണെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ. ഫെഡറലിസവും മതനിരപേക്ഷതയും തകർക്കുന്ന സംഘപരിവാർ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത് ഇടതുപക്ഷമാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസിനും BJPക്കും ഒരേ സ്വരമാണ്. പെരളം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു D രാജ. The election campaign is at the peak and this meeting has been organized
to pay our tributes to our martyrs. It shows that communists never forget the martyrdom, the sacrifices made by our predecessors. എം രാഘവൻ അധ്യക്ഷത വഹിച്ചു. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ, സി.പി. മുരളി, സി. കൃഷ്ണൻ, അഡ്വക്കേറ്റ് പി. സന്തോഷ്, കെ. നാരായണൻ, കെ.വി. ബാബു, എം. രാമകൃഷ്ണൻ, വി. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിനു മുന്നോടിയായി പെരളം സെൻട്രൽ സ്വാമിമുക്ക കേന്ദ്രീകരിച്ച പ്രകടനം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച പോക്സോ കേസിലെ പ്രതി റിമാൻഡിൽ. പഴയങ്ങാടിയിലെ കെ പി രാജനെയാണ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ വീട്ടിൽ കയറി പീഡിപ്പിച്ച സംഭവത്തിൽ ഏഴോം ചെങ്ങൽകോവപ്പുറത്തെ കെ പി രാജനെ പോക്സോ നിയമപ്രകാരമാണ് പഴയങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വീട്ടിൽ അതിക്രമിച്ചു കയറി മറ്റാരും വീട്ടിലില്ലെന്ന് മനസ്സിലാക്കിയായിരുന്നു പീഡനം. കുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ സ്ഥലത്തെത്തി കുട്ടിയുടെ മൊഴിയെടുത്തു. സംഭവത്തിനു ശേഷം പ്രതി ഒളിവിൽ പോയിരുന്നു. പഴയങ്ങാടി എസ്.ഐ. കെ. തുളസിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ RSSനും അമിത്ഷായ്ക്കും മുന്നിൽ അടിയറ വയ്ക്കുകയാണ് പിണറായി വിജയനെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ഇന്ത്യയുടെ മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്നും VT ബൽറാം പഴയങ്ങാടി മൊട്ടാമ്പ്രത്ത് UDYF സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDYF സംഘടിപ്പിച്ച റോഡ് ഷോയുടെ സമാപന സമ്മേളനം VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ DJ മ്യൂസിക്കിന്റെ അകമ്പടിയോടെയാണ് നടന്നത്. ഏറെ ആവേശത്തോടെ നടന്ന റോഡ് ഷോയിൽ യൂത്ത് കോൺഗ്രസ്, KSU, യൂത്ത് ലീഗ്, MSF പ്രവർത്തകർ നേതൃത്വം നൽകി. റോഡ് ഷോയിൽ പങ്കെടുക്കാൻ VT ബൽറാം എത്തിയത് പ്രവർത്തകരിലേറെ ആവേശം കൊള്ളിച്ചു. VTയെ ചുമലിലേറ്റി നൃത്തം ചവിട്ടിക്കൊണ്ടായിരുന്നു പ്രവർത്തകർ നടന്നു നീങ്ങിയത്. ഇന്ത്യയുടെ ഭരണഘടനയും മതേതര മൂല്യങ്ങളും സംരക്ഷിക്കണമെന്നും ഭരണാധികാരികളുടെ മുഖത്തു നോക്കി ആർജവത്തോടെ സംസാരിക്കുന്ന ഉണ്ണിത്താനെ പോലുള്ളവർ ജയിച്ചു വരണമെന്നും ഇത്തവണ 20-20 സീറ്റും UDF നേടുമെന്നും VT ബൽറാം പറഞ്ഞു. ഈ കാസർഗോഡിന്റെ മണ്ണിൽ കഴിഞ്ഞ തവണത്തേതിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ നമ്മുടെ പ്രിയങ്കരനായ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതാ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് നിങ്ങൾ ആയിരങ്ങളായി ഈ തെരുവിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം എങ്ങനെയാണ് ഒരു ജനകീയനായ ജനപ്രതിനിധി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് നാടിന്റെ ഒരു വികാരമായി ഒരു ജനപ്രതിനിധിക്ക് മാറാൻ സാധിക്കുക, എങ്ങനെയാണ് ഇന്നാട്ടിലെ ഓരോ കുടുംബങ്ങളിലെയും ഒരു അംഗമായി ഒരു രാഷ്ട്രീയ നേതാവിന് മാറാൻ സാധിക്കുക, അതിന്റെ ഉത്തരമാണ് പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. പുത്തൻപുരയിൽ രാഹുൽ, സുധീഷ് വെള്ളച്ചാൽ, ദാവൂദ് അരിയിൽ, ജംഷീർ ആലക്കാട്, സൈനുൽ ആബിദീൻ, ഹരീഷ്മ, റാഹിബ്, സായി ശരൺ, തസ്ലീം അടിപ്പാലം എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ മണ്ഡലത്തിൽ വീടുകളിൽ 1548 പേർ വോട്ട് ചെയ്തു. ഏപ്രിൽ 18 മുതൽ 23 വരെയായിരുന്നു വീട്ടിൽ വോട്ട് നടന്നത്. ഏപ്രിൽ 18 മുതൽ 23 വരെ നീണ്ടുനിന്ന വീടുകളിലെ വോട്ട് അവസാനിച്ചു. പയ്യന്നൂർ മണ്ഡലത്തിൽ 1178 85 വയസ്സിനു മുകളിലുള്ളവരും 419 ഭിന്നശേഷി വോട്ടർമാരുമാണ് ഉള്ളത്. ആകെ 1597 വോട്ടർമാരിൽ 1548 പേർ വോട്ട് ചെയ്തു. 97% പേരാണ് വോട്ട് ചെയ്തത്. ആകെ പയ്യന്നൂർ മണ്ഡലത്തിലെ 180 ബൂത്തുകളിൽ 22 ടീമുകളെയാണ് വോട്ടിംഗിനായി നിയോഗിച്ചത്. മഞ്ചേശ്വരത്ത് 986, കാസർഗോഡ് 748, ഉദുമ 1286, കാഞ്ഞങ്ങാട് 1454, തൃക്കരിപ്പൂർ 1425, കല്യാശ്ശേരി 1289 പേർ വീതമാണ് വീട്ടിൽ വോട്ട് സംവിധാനത്തിലൂടെ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബൈബിളിന് 3 ഭാഷകളിൽ പരിഭാഷ നൽകിയിരിക്കുകയാണ് പിലാത്തറയിലെ
കെ വിജയകുമാർ. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ 3 ഭാഷകളിലായാണ് KCB റിട്ടയർഡ് ഓഫീസറായ വിജയകുമാർ ബൈബിൾ പകർത്തിയെഴുതിയത്. കോവിഡ് കാലത്ത് ലഭിച്ച വലിയ ഇടവേളയിൽ വീട്ടിലിരുന്ന ബൈബിളിന്റെ മലയാളം കയ്യെഴുത്തുപ്രതി തയ്യാറാക്കി. 3235 പേജുകളുള്ള ഈ വിവർത്തനം പൂർത്തിയാക്കാൻ 11 മാസം വേണ്ടിവന്നു. പിന്നീട് മാസങ്ങൾക്കു ശേഷം തന്നെ 2343 പേജുകളിലായി ഇംഗ്ലീഷ് കയ്യെഴുത്തുപ്രതിയും തയ്യാറാക്കി. ഒടുവിൽ 2023 2372 പേജുകളിലായി ഹിന്ദി പരിഭാഷ 55 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയത്. 2020 മാർച്ച് 30 മുതൽ മലയാളം പകർത്തി എഴുതുവാൻ തുടങ്ങിയത്. 11 മാസം കൊണ്ട് മലയാളം ബൈബിൾ പകർത്തി എഴുതുവാൻ സാധിച്ചു. ഈ സമയത്ത് വാട്സപ്പ്, മീഡിയ പോലുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം കുറയ്ക്കുകയും കൂടുതൽ ശ്രദ്ധ ബൈബിൾ പകർത്തി എഴുതുന്നതിലേക്ക് സമയം കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ 11 മാസം കൊണ്ട് മലയാള ബൈബിൾ എഴുതി തീർത്തു. അതിനുശേഷം വീണ്ടും ഒരാഗ്രഹം തോന്നി ഇംഗ്ലീഷിലേക്ക് പകർത്തി എഴുതിയാലോ എന്ന്. അങ്ങനെ ഇംഗ്ലീഷും എഴുതുവാൻ ആരംഭിച്ചു. അത് ഏകദേശം 1 വർഷം കൊണ്ടാണ് എഴുതി തീർത്തത്. ആ ഇംഗ്ലീഷ് എഴുതി തീർന്നതിന് ശേഷം വീണ്ടും ഒരാഗ്രഹമുണ്ടായി ഹിന്ദിയിൽ എഴുതിയാലോ എന്ന്. അങ്ങനെ ഹിന്ദി ബൈബിൾ പുസ്തകം കിട്ടുകയും അത് പകർത്തി എഴുതുകയും 13 മാസം കൊണ്ട് ഹിന്ദി ബൈബിൾ എഴുതി തീർക്കുവാൻ സാധിച്ചു. അങ്ങനെ 3 ഭാഷയിലും എഴുതി ബൈബിൾ പകർത്തി എഴുതുവാൻ സാധിച്ചു. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ഹിന്ദി വിവർത്തനത്തിന്റെ പണികൾ ആരംഭിച്ചത്. പിലാത്തറ വ്യാകുലമാത ഇടവകയിലെ വികാരിയായിരുന്ന ഫാദർ ജോയ് പൈനാടത്തും ഇപ്പോഴത്തെ വികാരി ഫാദർ ബെന്നി മണപ്പാട്ടും പ്രോത്സാഹനവുമായി കൂടെ നിന്നു. മലയാളം കയ്യെഴുത്തുപ്രതിയുടെ പ്രകാശനം 2021 പുറച്ചേരി സെന്റ് ആന്റണീസ് ദേവാലയത്തിലും ഇംഗ്ലീഷ് പതിപ്പിന്റേത് 2022 പിലാത്തറ കൃപാഗ്നി ബൈബിൾ കൺവെൻഷൻ സമാപന ചടങ്ങിലും ഹിന്ദി പതിപ്പ് ബൈബിൾ കൺവെൻഷൻ സമാപന ചടങ്ങിലും പ്രകാശനം ചെയ്തു. രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല തന്നെയാണ് 3 തവണയും പ്രകാശന കർമ്മം നിർവഹിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച വിജയകുമാർ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായി 28 വർഷം മുൻപെയാണ് പിലാത്തറയിലെത്തിയത്. ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തായാണ് താമസം. ഭാര്യ CT അനിത ചെറുതാഴം പഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. മക്കൾ അജയ് സ്വരാഗ്, സോന സമർത്ത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വിജയത്തിനായി കല്യാശ്ശേരി മണ്ഡലം കേരള മഹിളാ സംഘം AIYF സംയുക്തമായി ചെറുകുന്നിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. കേരള മഹിളാ സംഘം കണ്ണൂർ ജില്ലാ ട്രഷറർ V ആയിഷ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി കല്യാശ്ശേരി മണ്ഡലം കേരള മഹിളാ സംഘം AIYF സംയുക്തമായി ചെറുകുന്നിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. കേരള മഹിളാ സംഘം കണ്ണൂർ ജില്ലാ ട്രഷറർ V ആയിഷ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അല്ലാതെയുള്ള BJPയുടെ ഭാഗത്തുണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ അത് വളരെ ലാഘവത്തോടു കൂടി കാണിക്കുകയോ അല്ലെങ്കിൽ തീരെ അത് പ്രസിദ്ധീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു രീതി വളരെ കാലമായി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഇപ്പോഴുള്ള ഭരണകൂടം നേരത്തെ രേഷ്മ പറഞ്ഞതുപോലെ ഏതാണ്ട് 10 വർഷക്കാലം പൂർത്തിയാക്കാൻ പോവുകയാണ്. രേഷ്മ പരാഗൻ അധ്യക്ഷത വഹിച്ചു. ശ്രീലക്ഷ്മി, KV സാഗർ, PV ബാബു രാജേന്ദ്രൻ, ജിതേഷ് കണ്ണപുരം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിയേറ്റർ റെഡ് പയ്യന്നൂർ അവതരിപ്പിച്ച തോമസ് കേളങ്കൂർ രചനയും സംവിധാനവും നിർവഹിച്ച ഇത് ഇന്ത്യയുടെ ഭൂപടം തെരുവ് നാടകവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. LDSF LDYF വെള്ളോറ ലോക്കൽ കമ്മിറ്റിയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഫ്ലാഷ് മോബ് നടത്തി. കക്രയിൽ വെച്ച് വെള്ളോറ ലോക്കൽ സെക്രട്ടറി KC രാജൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു.
UDF, LDYF, വെള്ളോറ ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഫ്ലാഷ് മോബ് നടത്തിയത്. കക്കറ, വെള്ളോറ, പെരുമ്പടവ്, കരിപ്പാൽ എന്നീ സ്ഥലങ്ങളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. PV സൂരജ്, K രമിത്, KV അഖിൽ, അനന്യ, K വിജിൻ, അനൂപ് ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വേറിട്ട വായനാ മാതൃക തീർക്കുകയാണ് ഈസ്റ്റ് എളേരി പഞ്ചായത്ത് ലൈബ്രറി കൗൺസിൽ നേതൃസമിതി. പഞ്ചായത്തിലെ 13 വായനശാലകളുടെ നടപ്പിലാക്കുന്ന അവധിക്കാല വായനാ ചലഞ്ചിലൂടെയാണ് ഇവിടെ വേറിട്ട വായനാ മാതൃക തീർക്കുന്നത്. കഴിഞ്ഞ മാസം 30-ന് ആരംഭിച്ച ചലഞ്ചിൽ പഞ്ചായത്തിലെ 400 വിദ്യാർത്ഥികളാണ് പേര് രജിസ്റ്റർ ചെയ്തത്. വായിച്ചു തീർത്ത പുസ്തകങ്ങളുടെ ആസ്വാദനക്കുറിപ്പുകൾ തയ്യാറാക്കി അതത് ലൈബ്രറികളിലെ ലൈബ്രറിയന്മാരെ ഏൽപ്പിക്കുന്നു. കുറിപ്പുകൾ പരിശോധിക്കാൻ ഓരോ വായനശാലയും മെന്റർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. ചലഞ്ച് 3 ആഴ്ചയാകുമ്പോഴേക്കും തന്നെ 2 പേർ ചലഞ്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും ഉണ്ടായിരിക്കും. കമ്പല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ്സുകാരി ദിയ MT 55 പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനം തയ്യാറാക്കിക്കൊണ്ട് ആദ്യ വിജയിയായി തീർന്നു. ഇപ്പോഴും പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനം തയ്യാറാക്കുന്നുണ്ട് ദിയ. 3 ആഴ്ച കൊണ്ട് 50 പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനം തയ്യാറാക്കിയാണ് ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവനന്ദ KV ചലഞ്ച് പൂർത്തിയാക്കിയത്. 51 പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ചെറുപുഴ JM UP സ്കൂളിലെ നന്ദന ഷിജു ചലഞ്ച് പൂർത്തിയാക്കി. വായനാ ചലഞ്ചിനൊപ്പം അവധിക്കാല വായനശാലയൊരുക്കിയാണ് ആയന്നൂർ യുവശക്തി വായനശാല വിദ്യാർത്ഥികൾക്ക് പുസ്തക കൂട്ടൊരുക്കുന്നത്. പുസ്തക വിതരണം, ക്ലാസിഫിക്കേഷൻ, ഡാറ്റ എൻട്രി, പ്രതിമാസ പരിപാടികൾ, ബാലവേദി പ്രവർത്തനങ്ങൾ എന്നിവയും ഇവിടെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബൈക്ക് റാലിയും ഫ്ലാഷ് മോബും ചെറുപുഴയിൽ നടന്നു. പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെറുപുഴയിൽ ബൈക്ക് റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് DYFI പയ്യന്നൂർ ബ്ലോക്ക് യുവതി സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കനൽ വെളിച്ചം സംഗീത ശില്പം അരങ്ങേറി. മനുഷ്യജീവികളെ, സഹോദരങ്ങളെ, അടിമനുകം ചുവരിൽ തൂക്കിയ തൊഴിലാളികളെ, പോരാട്ടങ്ങൾ ഉയർന്നു വെള്ളുങ്കലിൽ ചിലറിയ രക്തം ഒഴുകി ഉൾക്കുടയായി അധികാരത്തിന്റെ ഇളകി പുതിയ പ്രഭാതം വരവായി പ്രതിഷേധത്തിൽ മഴയായി പോരാട്ടങ്ങൾ ഉയർന്നു വെള്ളുങ്കലിൽ ചിലറിയ രക്തം ഒഴുകി ഉൾക്കുടയായി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ റോഡ് ഷോ നടത്തി. പ്രവർത്തകർ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ റോഡ് ഷോ നടത്തി. പിലാത്രയിലെത്തിയ സ്ഥാനാർത്ഥിയെ പ്രവർത്തകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ജനങ്ങളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. K പത്മനാഭൻ, V വിനോദ്, KC തമ്പാൻ മാസ്റ്റർ, AV രവീന്ദ്രൻ, MV രാജീവൻ, P പ്രഭാവതി തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2.5 മാസക്കാലം മുമ്പ് ആരംഭിക്കുമ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് നഷ്ടപ്പെട്ട കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിച്ചിരിക്കുമെന്നുള്ളതാണ് അന്ന് പ്രഖ്യാപിച്ച കാര്യം.
യഥാർത്ഥത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും ആ പ്രഖ്യാപനത്തിൻ്റെ ആക്കവും മൂക്കും വർദ്ധിച്ചു വരുന്ന അനുഭവമാണ് മഞ്ചേശ്വരം മുതൽ കല്യാശ്ശേരി വരെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം KSKTU കുറ്റൂർ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി നടത്തി. KSKTU പെരിങ്ങോം ഏരിയ പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം KSKTU കുറ്റൂർ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി നടത്തി. KSKTU പെരിങ്ങോം ഏരിയ പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വമ്പിച്ച രീതിയിലുള്ള പ്രചരണ പ്രവർത്തനം നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായി കേരള സംസ്ഥാനത്ത് ഒറ്റ ദിവസം 20 മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. 26-ാം തീയതി കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനം സജീവമായി ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചത് 2 പ്രധാനപ്പെട്ട സംഗതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ചടങ്ങിൽ M ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. P ഭാസ്കരൻ സംസാരിച്ചു. കുറ്റൂർ മുതൽ പെരുമ്പ വരെയാണ് ബൈക്ക് റാലി നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടന്ന റോഡ് ഷോയ്ക്ക് പഴയങ്ങാടിയിൽ സ്വീകരണം നൽകി. നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെയാണ് റോഡ് ഷോ നടന്നത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പഴയങ്ങാടിയിൽ റോഡ് ഷോ നടന്നത്. നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെ നടന്ന റോഡ് ഷോയിൽ നിരവധി പേർ പങ്കെടുത്തു. പഴയങ്ങാടിയിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ M വിജിൻ MLA, നേതാക്കളായ V വിനോദ്, K പത്മനാഭൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി സംഗീത ശില്പവും അരങ്ങേറി. കാമമോഹിതം മോഹനസ്തേ കൈരണി മനോഹരി നമസ്തേ ശാരികമൊഴി ശ്രവണശീലേ. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വടവന്തൂർ ശ്രീ നീരണിഞ്ചാൽ ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിനും കളിയാട്ട മഹോത്സവത്തിനും തുടക്കമായി. മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. വടവന്തൂർ ശ്രീ നീരണിഞ്ചാൽ ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിനും കളിയാട്ട മഹോത്സവത്തിനും തുടക്കമായി. ഉത്സവം ഏപ്രിൽ 22 മുതൽ 27 വരെ നടക്കും. മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വടവന്തൂർ ശ്രീ നാരായണപുരം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു. നിരവധി ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. കണ്ടങ്ങാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം പ്രതിഷ്ഠാദിന ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ആരാധനാ മഹോത്സവത്തോടനുബന്ധിച്ച് കളമെഴുത്തുപാട്ട്, ഭഗവതി സേവ, സർപ്പബലി എന്നിവ നടന്നു. കണ്ടങ്ങാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം പ്രതിഷ്ഠാദിന ആരാധനാ മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. നാഗസ്ഥാനത്ത് നിന്നുമാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെട്ടത്. നിരവധി ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ആരാധനാ മഹോത്സവത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച കളമെഴുത്തുപാട്ട്, ഭഗവതി സേവ, സർപ്പബലി എന്നിവയും നടന്നു. കണ്ടങ്ങാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം പ്രതിഷ്ഠാദിന ആരാധനാ മഹോത്സവത്തിന്റെ സമാപന ദിവസം വനിതകളുടെ പൂരക്കളി അരങ്ങേറി.
കണ്ടങ്കാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം പ്രതിഷ്ഠാദിന ആരാധനാ മഹോത്സവത്തിന്റെ സമാപന ദിവസം വനിതകളും കുട്ടികളും അടങ്ങിയ സംഘത്തിന്റെ പൂരക്കളി അരങ്ങേറി. 30ഓളം പേർ ഒരു മാസത്തോളം പരിശീലനം നടത്തിയാണ് അരങ്ങേറ്റം കുറിച്ചത്. കിഴക്കേ കണ്ടങ്കാളിയിലെ KV സതീശൻ, M മനോജ് എന്നിവരുടെ ശിക്ഷണത്തിലാണ് പൂരക്കളി പരിശീലനം നടത്തിയത്. പൂരക്കളി കാണാനായി നിരവധി പേർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. ഇനി ഒരു ദിവസം നിശബ്ദ പ്രചാരണം. പയ്യന്നൂരിനെ ഇളക്കിമറിച്ച് LDFന്റെ കൊട്ടിക്കലാശം. UDFന്റെ നേതൃത്വത്തിൽ പെരുമ്പ മുതൽ BKM ജംഗ്ഷൻ വരെ കൊട്ടിക്കലാശം. മുന്നണികളുടെ ശക്തിപ്രകടനം കൊണ്ട് ആവേശമായി പഴയങ്ങാടിയിൽ കൊട്ടിക്കലാശം. LDF UDF മുന്നണികളുടെ കൊട്ടിക്കലാശം പഴയങ്ങാടിയിലും NDAയുടേത് കണ്ണപുരത്തും നടന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളും. മോദിയെ മാറ്റൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം രാജ്യമെങ്ങും ശക്തമായി ഉയരുകയാണെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ. ഇന്ത്യയുടെ മതനിരപേക്ഷത തകർക്കുന്ന സമീപനമാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്നും D. രാജ. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പോക്സോ കേസിലെ പ്രതി റിമാൻഡിൽ. പോക്സോ നിയമപ്രകാരം അറസ്റ്റിലായത് പഴയങ്ങാടിയിലെ KP രാജൻ. പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.